നിങ്ങൾ സിലബസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാണകത്തിൽ നിന്ന് മറ്റേ പ്ലൂട്ടോൺ വേർതിരിക്കും എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് കൊറോണയെ നിയന്ത്രിക്കും എന്നുള്ളതാണോ? വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഇവിടെ നടപ്പാക്കില്ല. ഞങ്ങൾ ഇതിന് തെളിവുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അഡീഷണൽ ആയിട്ട് NCERT സിലബസിനകത്ത് അവർ വെട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർത്തല്ലോ. പ്രകാശ് ബാബു ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അതിൽ ഈ കാര്യങ്ങൾ സംസ്ഥാനത്തെ ബോധിപ്പിക്കാനോ ചർച്ച നടക്കുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പുവരുത്താനോ ഉള്ള കഴിവില്ലായ്മയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ, സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് പ്രതിഷേധിക്കേണ്ടതല്ലേ? നിങ്ങളെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെയുമില്ല. സഖാവ് MA ബേബിയെ, നിങ്ങളുടെ ഏറ്റവും ആരാധ്യനായ നേതാവിനെ ഈ നിലയ്ക്ക് ഡിഗ്രേഡ് ചെയ്ത് കാണാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടിയൊക്കെ വേണ്ടേ? മാധു, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സഖാവ് MA ബേബിയും D രാജയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് പാർട്ടി നേതാക്കന്മാരും BJPക്കെതിരായി ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കന്മാരുമെല്ലാം നല്ല ആശയവ്യക്തതയോടുകൂടിയും ആശയവിനിമയത്തോടു കൂടിയും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇതാകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കേണ്ടത് എതിരാളികളുടെ ചില തന്ത്രമാണ്. ഏതായാലും ആ തന്ത്രത്തിൽ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളിപ്പോൾ പിടികൊടുക്കുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ലിജു ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയായി തരംതാണു എന്നൊക്കെയുള്ള പ്രയോഗം CPIയുടെ ദേശീയ സെക്രട്ടറിക്കെതിരായിട്ട് നടത്തുകയുണ്ടായി. സെക്രട്ടറിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. CPMൻ്റെ. അപ്പോൾ അദ്ദേഹം മിക്കവാറും ഈ സോണിയ കുടുംബത്തിലേക്ക് അവരുടെ AICCയുടെ പ്രസിഡന്റ് വരുമ്പോഴുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം അവിടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വില പോലും AICCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇല്ല എന്ന് നമുക്കറിയാലോ. പ്യൂണിൻ്റെ വില പോലും ഇല്ല. അതൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് CPI കോൺഗ്രസിന്റെ ആളല്ലേ ഇപ്പൊ പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ കാണുന്നത് ആരെയാണ് എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നിരീക്ഷിക്കുന്ന ആർക്ക് മനസ്സിലാവും. ഇവരൊക്കെ ആര് ഏത് ദാസന്മാരായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാൽ മതി. ഇവിടെ ഞാൻ BJP നേതാവിനോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഈ കേരളത്തിൽ നടപ്പാവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കാലോചിതമായിട്ടുള്ള കാലഘട്ടത്തെ അനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുമെന്ത്? എന്ത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? നിങ്ങൾ സിലബസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാണകത്തിൽ നിന്ന് മറ്റേ പ്ലൂട്ടോൺ വേർതിരിക്കും എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് കൊറോണയെ നിയന്ത്രിക്കും എന്നുള്ളതാണോ? വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഇവിടെ നടപ്പാക്കില്ല. ഞങ്ങൾ ഇതിന് തെളിവുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അഡീഷണൽ ആയിട്ട് NCERT സിലബസിനകത്ത് അവർ വെട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർത്തല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ കുട്ടികൾ അത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഗാന്ധി വധം RSS കാലാനുസൃതമായി വെട്ടിമാറ്റിയല്ലോ. ഗാന്ധി വധത്തിന്റെ ചരിത്രം അതും കാലാനുസൃതമായിട്ടാണല്ലോ അവർ വെട്ടുന്നത്. അങ്ങനെ കാലാനുസൃതമായി വെട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പാവില്ല. ഗാന്ധി വധം, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, RSSന്റെ പങ്ക് എല്ലാം സംബന്ധിച്ച് ഞങ്ങൾ പഠിപ്പിക്കും. അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം കാര്യത്തിൽ RSSുമായിട്ട് പരസ്യമായ ഏറ്റുമുട്ടലുണ്ടായി ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഈ ശിവൻകുട്ടി തന്നെ ഗവർണറുടെ ഭവനത്തിൽ വെച്ച്, രാജ്ഭവനിൽ വെച്ചിട്ട് എത്ര ശക്തമായി, എത്ര ധീരമായിട്ടാണ് ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് അതിനെയെല്ലാം നിഷേധിക്കാൻ അതത് സമയത്ത് ഒരു മിനിറ്റ് പോലും വൈകാതെ പ്രതികരിക്കാനുള്ള ശേഷി, അതിന്റെ ധൈര്യം പ്രകടിപ്പിച്ചവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് RSSന്റെ പല താല്പര്യം ഉണ്ടാവും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PM ഉഷ പദ്ധതി അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ പരിഹരിച്ചുകൊള്ളൂ. അത് നിങ്ങൾ ബേജാറാവേണ്ട. അടുത്ത LDF യോഗത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് മാധു, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് ഇത്ര ആശങ്കപ്പെടുന്നത്? CPIക്കുണ്ടായിട്ടുള്ള അവ്യക്തതയോ പ്രതിഷേധമോ അതാണോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇവിടെ അതല്ല മാധു.
ഇവിടെ കേരളത്തിന് തരാനുള്ള 3000 കോടി ഭീഷണിപ്പെടുത്തിയിട്ട് അതും ഇതും പറഞ്ഞിട്ട് കേന്ദ്രം തടഞ്ഞു വെക്കുന്നു. ഏത് 3000 കോടി? കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനകത്ത് ഏത് 3000 കോടി സനോജേ? ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ തത്വം ഏത് 3000 കോടി? ഇത്തരം വെറുതെ ഗൗരവമായ പറയല്ലേ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വെറുതെ ചർച്ച ചെയ്യണം. നുണ പറയരുത്, നുണ ഇത്ര ഗൗരവമായ രാഷ്ട്രീയ ഏത് പ്രശ്നങ്ങൾ 3000 കോടി? നിങ്ങൾ അനങ്ങല്ലേ? സനോജേ, മിണ്ടാതിരിക്ക്. ഏത് നിങ്ങൾ 3000 മിണ്ടാതിരിക്ക്. അല്ലല്ല, നിങ്ങൾ ഏത് പറഞ്ഞപ്പോൾ ഞാൻ 3000 പറഞ്ഞല്ലോ, കോടി? അസ്വസ്ഥപ്പെടണ്ട. ശ്യാംലാൽ സംസാരിച്ചപ്പോൾ സനോജ് സംസാരിച്ചിട്ടില്ല. ശ്യാംലാൽ സംസാരിച്ചപ്പോൾ സനോജ് സംസാരിച്ചിട്ടില്ല. ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ശരി, ശ്യാംലാൽ ശരി, മിണ്ടാതിരിക്ക്. 3000 കോടി പറയൂ. മര്യാദ കാണിക്ക്. ശ്യാംലാൽ മിണ്ടാതിരിക്കെ. ഓക്കേ, എന്റെ അവസരമാണ്. എന്റെ അവസരമാണ്. അവസാനം എന്റെ അവസരമാണ്. നുണ പറയല്ലേ? കഴിഞ്ഞല്ലോ. എത്ര കാശ് ചോദിച്ചല്ലോ, കൊടുക്കാനുണ്ട്? നിങ്ങൾ ഈ വയനാട്ടിൽ എന്താ കൊടുത്തത്? നിങ്ങൾ ഈ വയനാട്ടിൽ എന്ത് കൊടുത്തു? ഞാൻ ഒരു കാര്യം കൂടി പറയാം. മധു, നേരത്തെ ലിജു വലിയ ആവേശത്തിൽ പറഞ്ഞു ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയ അനുഭവം ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഓർമ്മയില്ലേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം നടത്തിയത്? ആ സമരത്തിന് മുന്നേ ഒരുപക്ഷെ സമാനമായ അനുഭവങ്ങളുടെ പേരിലായിരിക്കും LDF-ലും ചർച്ച വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം. കാരണം ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ട് പരിഹാരം കാണാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നുള്ളത്. ഓരോ വിഷയം വരുമ്പോഴും ചർച്ച എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന് അലങ്കാരം ഭൂഷണം. അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്.